പരിമിതമായ ലോകത്തിലേക്ക് ചുരുങ്ങിപ്പോകേണ്ടി വന്ന ഒരു സ്ത്രീയെ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. 18 വർഷമായി രോഗാത്മാവ് ബാധിച്ച് കൂനിയായി ജീവിക്കേണ്ടി വന്നവർ, അതായത് വിശാലമായ ലോകത്തിന്റെ കാഴ്ചകൾ, അനന്ത സാധ്യതകൾ, അവസരങ്ങളുമൊക്കെ നാളിതുവരെ അവൾക്കു മുമ്പിൽ വിലക്കപ്പെട്ടിരുന്നു. തന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമൊക്കെ ഉപേക്ഷിച്ച് ഇനി തല ഉയർത്തിപ്പിടിച്ചുള്ള ഒരു ജീവിതം ഉണ്ടാകുകയില്ല എന്ന് സ്വയം തീർപ്പ് കൽപ്പിച്ച് 18 വർഷമായി തന്റെ കാലടികൾ മാത്രം കണ്ട് ജീവിതം മുന്നോട്ടു കൊണ്ടുപോയ ഒരു സ്ത്രീ. അവൾക്ക് ആരെയും കാണുവാൻ സാധിച്ചിരുന്നില്ല, എങ്കിലും അവളെ എല്ലാവർക്കും കാണുവാൻ കഴിയുമായിരുന്നു. കണ്ടിട്ടും കാണാതെ പോയവർ ഒത്തിരി പേർ. ഈ അവസ്ഥയുടെ കാരണം കണ്ടെത്തുവാൻ ശ്രമിച്ചവർ അതിലും അധികം. ആൾക്കൂട്ടത്തിൽ തനിയെ ആയിപ്പോയ സ്ത്രീ. എന്നാൽ യേശു അവളെ കാണുന്നു. യേശു അവളുടെ ഉള്ളത്തെ തൊട്ടറിയുന്നു. കാണുക മാത്രമല്ല, തന്റെ അരികെ ചേർത്ത് നിർത്തുന്നു. അവളുടെ പാപത്തിന്റെ ഫലമാണ് ഈ അവസ്ഥ എന്ന് വിധിയെഴുതിയ ലോകം മാറ്റി നിർത്തിയപ്പോൾ ആശ്വാസവും പ്രതീക്ഷയുമായി ഒരു പുതിയ ജീവിതത്തിന്റെ വാതായനം അവളുടെ മുമ്പിൽ യേശു തുറക്കുന്നു. ഇനി തല ഉയർത്തി തന്നെ ജീവിക്കുവാൻ യേശു അവളെ പ്രാപ്തിയുള്ളവളാക്കുന്നു. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് സങ്കടങ്ങളുടെ അമിതഭാരവുമായി വ്യതകളുടെ കൂനുമായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിന്നെ ആരെല്ലാം ഉപേക്ഷിച്ചാലും, ആരും നിന്നെ കാണുന്നില്ല, കേൾക്കുന്നില്ല, ഒറ്റപ്പെട്ടുപോയി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, നിന്നെ കാണുന്ന, നിന്നെ ചേർത്തു നിർത്തുന്ന, തല താഴ്ത്തിയവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുവാൻ പ്രാപ്തനാക്കുന്ന ഒരു അനുമനാഥൻ നിനക്കുമുണ്ട്. നിന്റെ സങ്കടങ്ങളെ, നിന്റെ ജീവിതത്തെ ആ യേശുവിൽ സമർപ്പിക്കുക. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.